അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അക്ഷരങ്ങൾക്ക് അർത്ഥം കൈവരുന്നത് അവ ക്രമത്തിൽ ചേർത്തെഴുതി വാക്കുകളും വാക്യങ്ങളും നിർമ്മിക്കുമ്പോഴാണ് ചിതറിക്കിടക്കുന്ന അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. നമ്മൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന, സുഗമമായി നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ വേദിയും സദസ്സും ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് അത് കൃത്യമായ ഓർഡറിൽ, വ്യവസ്ഥയിൽ, അച്ചടക്കത്തോടെ സജ്ജീകരിച്ചത് കൊണ്ട് മാത്രമാണ്. ഏതൊരു കാര്യത്തിനും അത് സാർത്ഥകമാകുന്നതും അത് സഫലമാകുന്നതും അവിടെ ക്രമം അഥവാ ഓർഡർ എന്നൊരു സംഗതി ഇടം പിടിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ദൈവിക ശാസനകൾക്ക്, ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒന്നിലും നമ്മൾ ഡിസോർഡർ കാണാത്തത്, ക്രമരാഹിത്യം അവിടെയൊന്നും നമുക്ക് ശ്രദ്ധയിൽപ്പെടാത്തത്, അഗണ്യം നക്ഷത്രങ്ങൾ, അസംഖ്യം ഗാലക്സികൾ കൂട്ടിമുട്ടുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്ന എത്രയോ ഗ്രഹങ്ങൾ, ഉൽക്കകൾ ഒക്കെയും ഉൾക്കൊള്ളുന്ന ശൂന്യാകാശം, ബഹിരാകാശം, അവിടെ കൂട്ടിമുട്ടലുകൾ നമ്മൾ കാണുന്നില്ല, അവിടെ താളപ്പിഴകൾ നമ്മൾ അനുഭവിക്കുന്നില്ല, അവിടെ ഒരു ക്രമക്കേടോ സ്തംഭനങ്ങളോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സൂര്യചന്ദ്രന്മാരുടെ ആകാശത്തിലുള്ള പാതയ്ക്ക് കുറുകെ ഗതാഗത കുരുക്കുകൾ, തുടർക്കഥയാകുന്ന വാർത്തകൾ നമ്മൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ആകാശത്തേക്ക് നമ്മളൊന്ന് നോക്കൂ, ആരോ വാരി വിതറിയത് എന്ന് നമുക്ക് തോന്നുന്ന നക്ഷത്രങ്ങൾ. പക്ഷേ അങ്ങനെയല്ലല്ലോ അത്. ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഷെഡ്യൂൾ. അതിൻ്റേതായ ക്രമമുണ്ട്, വ്യവസ്ഥയുണ്ട്, ചിട്ടയുണ്ട്, അച്ചടക്കമുണ്ട്. ഒരു എട്ടുകാലി നെയ്യുന്ന വലയ്ക്ക് പോലും അതിൻ്റേതായ ജിയോമെട്രിയും, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ജിയോമെട്രി, അതിൻ്റേതായ സിമട്രിയും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ക്രമരഹിതമായി അല്ലെങ്കിൽ അച്ചടക്കത്തിന് വിരുദ്ധമായി, ക്രമത്തിന് എതിരാണ് എന്ന് മനുഷ്യൻ ഉദാഹരണമായി പറയുന്ന വനാന്തരങ്ങൾ, കാടത്തം, വന്യത എന്നിവയ്ക്ക് പോലും അവയ്ക്കുള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്രമമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും മനുഷ്യന്മാർ അവിടെ കൈകടത്തുമ്പോഴാണ്, ഇടപെടുമ്പോഴാണ് അവിടെ ക്രമക്കേടുകളും അക്രമങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. മനുഷ്യനിർമ്മിത വ്യവസ്ഥകളോ മനുഷ്യൻ അഹങ്കരിക്കുന്ന ടെക്നോളജികളോ അതൊക്കെയും സമീപകാലത്തുമൊക്കെ ഇടയ്ക്കിടെ പണിമുടക്കുന്നതും അതിൽ താളപ്പിഴകൾ സംഭവിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതെ, അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ക്രമം, ഓർഡർ. ക്രമമില്ലാത്തിടത്ത് അക്രമവും അതിക്രമവും ഇടം പിടിക്കും. ഇസ്ലാം ക്രമത്തിൻ്റെ മതമാണ്. ഓർഡർ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൻ്റെ അതിൻ്റെ ഭാഷ ഓർഡർ ആണെങ്കിൽ ഇസ്ലാം സ്പീക്സ് ഇറ്റ് വെരി വെരി ഫ്ലുവൻ്റ്ലി. ഇസ്ലാം അത് അതീവ ലളിതമായി, സുന്ദരമായി മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് ക്രമത്തോടെയുള്ള ജീവിതം സാധ്യമാക്കേണ്ടത് എന്ന്. ഇസ്ലാം എല്ലാറ്റിനും ക്രമം നിശ്ചയിച്ചത് അതുകൊണ്ടാണ്. സൂര്യൻ്റെ ചലനക്രമത്തിനനുസൃതമായി കൃത്യമായ ഇടവേളകളിൽ, സമയങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട നിസ്കാരം, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നിസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായ, സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ നിയമമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ്. ജമാഅത്ത് നിസ്കാരത്തിലേക്കുള്ള വിളിയാളം ശ്രവിക്കുമ്പോൾ കഅബ എന്ന ചിരന്തനമായ ദൈവിക ഭവനത്തിനു ചുറ്റും ഒത്തുകൂടിയിരിക്കുന്ന തവാഫ് ചെയ്യുന്ന വിശ്വാസികൾ അണിയണിയായി സ്വഫ് തീർത്ത് സുന്ദരമായ ചിത്രം നിർമ്മിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകാമല്ലോ. അങ്ങനെ ഫജറും ദുഹറും അസറും മഗ്രിബും ഇശാഉം ചേർന്ന ഒരു സമയക്രമത്തിനുള്ളിൽ, ഒരു ഓർഡറിനുള്ളിൽ കറങ്ങുന്ന ഒരു മുസ്ലിമിനെ മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ആഭാസങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും വിമുക്തി നേടി നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവിത ക്രമത്തെയും കൂടിയാണ് ഇസ്ലാം നിസ്കാരത്തിലൂടെ പഠിപ്പിച്ചത്. ഓർഡർ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ക്രമം. ചന്ദ്രൻ്റെ കാലക്രമത്തിന്, അതിൻ്റെ ചലനക്രമത്തിനനുസരിച്ച് തുടർന്നു വരുന്ന മാസങ്ങൾ, വർഷങ്ങൾ, അതുപോലെ തന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് ദിനം മുതൽക്ക് 12 മാസങ്ങൾ എന്ന ക്രമം നിശ്ചയിച്ചു ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ് എന്ന വിശുദ്ധ ഖുർആനിലെ പരാമർശം. ഇതൊക്കെയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, മുസ്ലിമിൻ്റെ ജീവിതത്തിൽ സമയബന്ധിതമായി നിർവഹിക്കേണ്ട റമദാനിലെ നോമ്പും ദുൽഹിജ്ജയിലെ ഹജ്ജും ഒക്കെ സമയനിഷ്ഠതയെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കൃത്യമായ കാലദൈർഘ്യവും ഓഹരിയും കൃത്യമായ ശതമാനവും അടക്കം ക്ലിപ്തപ്പെടുത്തി നിശ്ചയിക്കപ്പെട്ട സകാത്ത് നമ്മളെ സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഓർഡറിനെക്കുറിച്ചും വളരെ കൃത്യമായി നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അഥവാ ഇസ്ലാം നമ്മളെ ജീവിതത്തിൻ്റെ ക്രമം വളരെ ശരിയായി, ലളിതമായി പഠിപ്പിക്കുന്നു. ദ ഓർഡേർഡ് ലൈഫ്, ദ ഓർഡർ ഓഫ് ദ ലൈഫ്. അച്ചടക്കമില്ലായ്മയും
ഡിസോർഡറും നമ്മുടെ തോന്നിവാസങ്ങളും ക്രമരഹിതമായ ജീവിതവും ഒരിക്കലും നമ്മളെ വിജയത്തിലേക്കല്ല എത്തിക്കുക. ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ ഈ അച്ചടക്കമില്ലായ്മ നമുക്കൊരു ഹരമാകാം, നമ്മുടെ ജീവിതത്തിലെ ഒരു രസമാകാം. പക്ഷേ അച്ചടക്കമില്ലായ്മ അവസാനം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അതീവ ഗുരുതരമായ പരാജയത്തിലേക്കായിരിക്കും. കെയോസ് മേ ലുക്ക് ഫൺ, ഒരുപക്ഷെ അത് ആദ്യം രസമായി തോന്നിയേക്കാം. അൺടിൽ ഇറ്റ് ഈറ്റ്സ് യുവർ ഗോൾസ്, അത് നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കാർന്നു തിന്നുന്നതുവരെ. അൺടിൽ ഇറ്റ് ഈറ്റ്സ് യുവർ ഗ്രോത്ത്, നിങ്ങളുടെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നതുവരെ. അറ്റ് ലാസ്റ്റ് അൺടിൽ ഇറ്റ് ഈറ്റ്സ് യുവർ ജന്ന, നിങ്ങളുടെ സ്വർഗത്തെ നശിപ്പിക്കുന്നതുവരെ. സോ മൈ ഫെല്ലോസ്, കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബഹുമാന്യരായ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബി ഓർഡേഡ്, ബി ഫോക്കസ്ഡ്, ബി പ്രിപ്പയർഡ്, ബി എ മുസ്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.